ഹായ് ഹലോ, ഐ ആം ടിക്കു സ്റ്റീഫൻ ഫ്രം മാസ്റ്റർ കി അക്കാഡമി. ഫെബ്രുവരി മാസത്തിലെ മുഴുവൻ കറണ്ട് അഫേഴ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാ: 2026 ഫെബ്രുവരിയിൽ സർക്കാർ പൊതുപരിപാടിയിലും സ്കൂൾ അസംബ്ലിയിലും നിർബന്ധമാക്കിയ ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകിയ നമ്മുടെ ദേശീയ ഗീതമേത്? ഏതാണ്? വന്ദേ മാതരമാണ്. ഏതാണ്? വന്ദേ മാതരമാണ് ദേശീയ ഗീതം. ജനഗണമന ഏതാണ്? ദേശീയ ഗാനമാണ്, അല്ലെ? നോക്കാം. വന്ദേ മാതരം രചിച്ച ബംഗാളി സാഹിത്യകാരൻ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1875 ഒക്കെ ആണല്ലോ. അടുത്ത, വന്ദേ മാതരം ഉൾപ്പെടുത്തിയ ചാറ്റർജിയുടെ ബംഗാളി നോവൽ ഏതായിരുന്നു? ഏതാണ്? ആനന്ദമഠമാണ്. ഏതാണ്? ആനന്ദമഠമെന്നായിരുന്നു ആ നോവലിന്റെ പേര്. ഓക്കെ ആണല്ലോ. അടുത്തത്, വന്ദേ മാതരം ഔദ്യോഗിക ഗീതമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 എന്താണ്? വന്ദേ മാതരം ഔദ്യോഗിക ഗീതമായിട്ട് ഭരണഘടന എന്ത് ചെയ്തിരിക്കുന്നത്? അംഗീകരിച്ചിരിക്കുന്നത്, അല്ലെ? ആലാപന ദൈർഘ്യം എത്രയാണ്? 3 മിനിറ്റ് 10 സെക്കൻഡ്. കണ്ടോ? 3 മിനിറ്റ് 10 സെക്കൻഡ് ആണ് വന്ദേ മാതരത്തിന്റെ ആലാപന ദൈർഘ്യം. അപ്പൊ വന്ദേ മാതരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളുമായല്ലോ. ഇനി ആദ്യമായി ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആരാണ് ആലപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1896 കൊൽക്കത്തയിലെ INC സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വിഷൻ 0 ലക്ഷ്യം കൈവരിക്കാൻ തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഏതാണ്? കെ സേഫ് പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? കെ സേഫ് പദ്ധതിയാണ്. സംസ്ഥാന ഫാക്ടറികളെയും ബോയിലറുകളെയും ഡിജിറ്റൽ ഭൂപടത്തിൽ ഏകോപിപ്പിക്കാൻ ആരംഭിച്ച പോർട്ടൽ ഏത്? സംസ്ഥാനത്തെ ഫാക്ടറികളെയും അതുപോലെ തന്നെ ബോയിലറുകളെയും അതാണ് ഫാബ്. ഉണ്ടോ? ഫാക്ടറി ബോയിലർ. ഉണ്ടോ? ഫാക്ടറിയും ബോയിലർ, അതാണ് ഫാബ്, അല്ലെ? ഡിജിറ്റൽ ഭൂപടത്തിൽ ഏകോപിപ്പിക്കാൻ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഫാബ് GIS ആണത്. എന്താണ്? ഫാബ് GIS. അടുത്ത ചോദ്യം: നിലയ്ക്കാത്ത ഊർജം നൽകി കേരളത്തെ മിടുക്കിയാക്കിയ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് എത്ര വയസ്സായിരിക്കുന്നു? 50 വയസ്സായിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതി വന്നിട്ട് എത്ര നാളായി? 50 വർഷമായിരിക്കുന്നു, അല്ലെ? ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചതെന്നാണ്? 1976 ഫെബ്രുവരി 12 ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ എത്ര വർഷമായി? 50 വർഷമായിരിക്കുന്നു, അല്ലെ? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചത് ആരായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചത്. രാജ്യാന്തര സന്നദ്ധ സംഘടന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 91 സ്ഥാനമാണ്. ചിന്തിച്ചു നോക്കുക. രാജ്യാന്തര സന്നദ്ധ സംഘടന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91 സ്ഥാനമാണ്. 1ാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്കിനാണ്. 1ാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്കിനും. 2ാം സ്ഥാനം ആർക്കാണ്? 2 രാജ്യങ്ങൾക്കുണ്ട്, ഫിൻലാൻഡിനും സിംഗപ്പൂരിനുമാണ്. നോട്ട് ചെയ്ത് വെക്കുക. കണ്ടോ? അപ്പൊ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91, 1ാം സ്ഥാനം ഡെൻമാർക്കിനും 2ാം സ്ഥാനം ഫിൻലാൻഡിനും സിംഗപ്പൂരിനുമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി ഏതാണ്? സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. ഏതാണ്? സ്ത്രീ സുരക്ഷാ പദ്ധതി. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന തുക എത്രയാണ്?
1000 രൂപയാണ്. എത്രയാണ്? 1000 രൂപ. ഇപ്പൊ പലർക്കും അക്കൗണ്ടിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അംഗമാകാനുള്ള പ്രായം എത്രയാണ്? 35ആണ്. മാക്സിമം എത്രയാണ്? 60. അപ്പൊ 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കാണ് എന്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം 1000 രൂപ ലഭിക്കുന്നത്. പ്രതിമാസമാണ്. പ്രതിമാസം 1000 രൂപയാണ് ലഭിക്കുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭിന്നശേഷി ഗ്രാമം ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ വില്ലേജ് ആരംഭിക്കുന്നത് എവിടെയാണ്? ആദവനാടാണ്. എവിടെയാണ്? ആദവനാട്. ഈ ആദവനാട് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു ട്രക്ക് മറിഞ്ഞ അല്ലെ സ്ഥലമാണ് ഈ ആദവനാട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഏത് വർഷം എന്നാണ്? 2028 ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ISRO ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ വി നാരായണനാണ്. പലപ്പോഴായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. ISRO ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. വി നാരായണനാണ്. 2025 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. 7.6% എന്താണ് തൊഴിലില്ലായ്മ നിരക്ക്. കണ്ടോ, നോക്കിയാൽ 2025 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 2ാം സ്ഥാനമാണ്. മനസ്സിലായോ? അത് 7.6% തൊഴിലില്ലായ്മ നിരക്ക്. 1ാം സ്ഥാനം ആരാണ്? ഉത്തരാഖണ്ഡാണ്. ഏത് രാജ്യമാണ്? ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡാണ്. എത്ര ശതമാനമാണ് നിരക്ക്? 8.5%. എത്ര ശതമാനമാണ്? 8.5% ഉത്തരാഖണ്ഡിലെ തൊഴിലില്ലായ്മ നിരക്കെങ്കിൽ കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് എത്ര ശതമാനമാണ്? 7.6% ആണ്. സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം 1ാമതാണ്. കണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം 1ാം സ്ഥാനത്താണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഒരു ഡാം റിസർവോയറിന് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലം ഏതാണ്? അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം. ഉണ്ടോ? എവിടാണ്? അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലമാണ് ഒരു ഡാം റിസർവോയറിന് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലം. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിന്റെ എന്താണ്? സേവാ തീർത്ത് എന്നാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിന്റെ പേര് എന്താണ്? സേവാ തീർത്ത്. ധനപ്രതിരോധ മന്ത്രാലയങ്ങളുടെ പുതിയ ആസ്ഥാനം എന്താണ്? കർത്തവ്യ ഭവനാണ്. കണ്ടോ, അപ്പൊ ധനപ്രതിരോധ മന്ത്രാലയങ്ങളുടെ പുതിയ ആസ്ഥാനത്തിന്റെ പേരെന്താണ്? കർത്തവ്യ ഭവൻ. ഏതാണ്? കർത്തവ്യ ഭവനാണ്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിന്റെ പേരെന്താണ്? സേവാ തീർത്ത്. രാഷ്ട്രപതി ഭവന് മുന്നിൽ റൈസീന കുന്നിലെ പ്രധാനമന്ത്രിയുടെയും ധനപ്രതിരോധ മന്ത്രാലയങ്ങളുടെയും അധികാര കേന്ദ്രങ്ങളുമായ നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ ഇനി മുതൽ അറിയപ്പെടുന്നത് എന്താണ്? യുഗയുഗിൻ ഭാരത് മ്യൂസിയം എന്നാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്. കണ്ടോ, യുഗയുഗിൻ ഭാരത് മ്യൂസിയം. ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി രാജ്യത്തെ ആദ്യ പാഠ്യ പദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? മറ്റാരുമല്ല, കേരളമാണ്. മനസ്സിലായി? ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായിട്ടാണ് രാജ്യത്തെ ആദ്യ പാഠ്യ പദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പുസ്തകത്തിന്റെ പേരെന്താണ്? ലീപ് എഹെഡ് എന്നാണ്. ലീപ് എഹെഡ്. UNCCS ഫൗണ്ടേഷനും നബാർഡും സംയുക്തമായി നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി ഏത് പദ്ധതിയുടെ ഭാഗമായാണ്? ഏത് പദ്ധതിയുടെയാണ്? സർഗശേഷി പദ്ധതി. ഏത് പദ്ധതിയുടെ ഭാഗമായാണ്? സർഗശേഷി പദ്ധതിയുടെ ഭാഗമായാണ് എന്താണ് UNCCS ഫൗണ്ടേഷനും നബാർഡും സംയുക്തമായി നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി.
2026 ഫെബ്രുവരിയിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തുന്ന ബ്രസീൽ പ്രസിഡന്റ്, ഇന്ത്യയിലെത്തിയ ബ്രസീൽ പ്രസിഡന്റ് ആരായിരുന്നു? ലൂയിസ് ഇനാസിയോ ലുലഡ സിൽവ. കണ്ടോ, നല്ലൊരു പേരാണ്, ഓർത്തു വയ്ക്കുക. ലൂയിസ് ഇനാസിയോ ലുലഡ സിൽവയാണ് ബ്രസീൽ പ്രസിഡന്റ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ പർവ്വതാരോഹക ആരാണ്? ജ്യോതി ശർമ്മയാണ്. കണ്ടോ, ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക്, അതും ഏറ്റവും വേഗത്തിൽ കയറി, കണ്ടോ, ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ആര്? ഇന്ത്യയിലെ ജ്യോതി ശർമ്മ. ഉഹുരു കൊടുമുടിയുടെ ഉയരം എത്രയാണ്? ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. 5895 മീറ്റർ ആണ്. 5895 മീറ്റർ ആണ് ഉഹുരു കൊടുമുടിയുടെ ഉയരം. ഓക്കെ ആണല്ലോ. ജ്യോതി ഉഹുരു കൊടുമുടി കീഴടക്കിയത് 2 ദിവസവും 19 മണിക്കൂറും 44 മിനിറ്റും എടുത്താണ് ജ്യോതി ശർമ്മ ഉഹുരു കൊടുമുടി എന്ത് ചെയ്തിരിക്കുന്നത്? കീഴടക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? നമ്മളെ കേരളക്കരയെ ഒട്ടാകെ എന്ത് പറയാ, കരയിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. ആലിൻ ഷെറിനാണ്. ആരാണ്? ആലിൻ ഷെറിനാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആയിരിക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ വാട്സാപ്പിന് സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തിയ രാജ്യമേത്? ഏതാണ്? റഷ്യയാണ്. ഏതാണ്? റഷ്യയാണ്. വാട്സാപ്പിന് പകരം ഉപയോഗിക്കാൻ റഷ്യ നിർദ്ദേശിച്ച ഔദ്യോഗിക മെസ്സഞ്ചർ ആപ്പ് ഏതാണ്? മാക്സ്. കണ്ടോ, മാക്സ് എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചർ ആപ്പാണ് വാട്സാപ്പിന് പകരമായിട്ട് റഷ്യ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്, ബ്രാഹ്മിയും പ്രാകൃതവും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലെ ശിലാലിഖിതങ്ങൾ അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത് എവിടെയാണ്? ഈജിപ്തിലെ പുരാതന ശവകുടീരങ്ങളിലാണ്. കണ്ടോ, ഈജിപ്തിലെ പുരാതന ശവകുടീരങ്ങളിലാണ് തമിഴ്, ബ്രാഹ്മിയും പ്രാകൃതവും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലെ ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇലക്ട്രിക് ട്രാം പദ്ധതി ആരംഭിക്കുന്ന സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമേത്? അൽ ഉലയാണ്. സൗദി അറേബ്യയിലെ അൽ ഉലയിലാണ് എന്താണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇലക്ട്രിക് ട്രാം പദ്ധതി. ഇലക്ട്രിക് ട്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, റോഡിലൂടെ തന്നെ ട്രെയിൻ പോലെ പോകുന്ന അതാണ് ഇലക്ട്രിക് ട്രാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത, മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രാഫിക് ബോധവൽക്കരണ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ തീരുമാനിച്ച ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചയാളെ തടഞ്ഞ് തിരിച്ചയച്ചതിലൂടെ ശ്രദ്ധേയായ 73കാരി ആരാണ്? പ്രഭാവതി അമ്മയാണ്. അപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രാഫിക് ബോധവൽക്കരണം, ശ്രദ്ധിക്കണം, ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് ആര്? പ്രഭാവതി അമ്മ. ഓക്കെ ആണല്ലോ. 2026 രാജ്യത്തെ നഗരനയം തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനമേത്? ഏതാണ്? കേരളമാണ്. കണ്ടോ, 2026 രാജ്യത്തെ നഗരനയം തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. 2026 ഫെബ്രുവരിയിൽ അധികാരത്തിൽ വരുന്ന ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരെന്ത്? എന്താണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? താരിഖ് റഹ്മാൻ ആണ്. എന്താണ്? താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ് താരിഖ് റഹ്മാൻ. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സേവാ തീർത്തിൽ പ്രവർത്തിക്കുന്ന 3 ഓഫീസുകൾ ഏതല്ല? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിന്റെ പേര് സേവാ തീർത്ഥം എന്നാണ്. ഈ സേവാ തീർത്തിൽ പ്രവർത്തിക്കുന്ന 3 ഓഫീസുകളുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ്. ഈ 3 ഓഫീസുകളാണ് എവിടെയുള്ളത്? സേവാ തീർത്തിലുള്ളത്. എവിടെയുള്ളത്? സേവാ തീർത്തിലുള്ളത്. മനസ്സിലായല്ലോ പറഞ്ഞ്? ഏതൊക്കെയാണ്? പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ്. മനസ്സിലായല്ലോ.
രാജ്യത്തെ ആദ്യ സ്വകാര്യ ആണവ ഊർജ കമ്പനി ഏതാണ്? അദാനി ആറ്റമിക് എനർജി ലിമിറ്റഡ്, AAEL. കണ്ടോ, AAEL ആണ് രാജ്യത്തെ ആദ്യ സ്വകാര്യ ആണവ ഊർജ കമ്പനി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താണ്? പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഗ്രസ്. ഇത് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ്. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഗ്രസ് എന്നാണ് ഉച്ചകോടിയുടെ ആപ്തവാക്യം. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ തുരങ്കപാത വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ തുരങ്കപാത വരുന്നത്. മേഘാലയ ഖനി സ്ഫോടനം അന്വേഷണത്തിന്റെ നേതൃത്വം നൽകുന്നത് ആര്? കണ്ടോ, മേഘാലയയിൽ അവിടുത്തെ ഖനി സ്ഫോടനം ഉണ്ടായി. അവിടെ ഒരു സ്ഫോടനം ഉണ്ടാവുകയും അത് അന്വേഷിക്കാനായിട്ട് നിയമിച്ചത് ആരെയാണ്? ജസ്റ്റിസ് RS ചൗഹാനെയാണ്. ആരെയാണ്? ജസ്റ്റിസ് RS ചൗഹാനെയാണ് അവിടെ ആ ഖനി സ്ഫോടനം അന്വേഷണത്തിനായിട്ട് നിയമിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആദ്യ പശു മ്യൂസിയം എവിടെയാണ്? മധുരയിലാണ്. മധുര, ഉത്തർപ്രദേശ്. കണ്ടോ, മധുര. ഈ മധുര ശ്രദ്ധിച്ചേ. കണ്ടോ, രഥത്തിൻ്റെതായാണ്. നമുക്ക് തമിഴ്നാട്ടിൽ ഒരു മധുരയുണ്ട്. അതെങ്ങനെയാണ് എഴുതുന്നത്? അതിങ്ങനെയാണ് എഴുതുന്നത്, മധുര. കണ്ടോ, രണ്ട് മധുരയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അത്. ഉത്തർപ്രദേശിലെ മധുര ദാണ്ട് ഈ മധുരയും, ഈ മധുര തമിഴ്നാട്ടിലെ മധുരയുമാണ്. 2026 ലോസ് ആഞ്ചലസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വേർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ ഫോക്ലോർ ഫ്രം അറൗണ്ട് ദ വേൾഡ് എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഏക ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ്? ഭ്രമയുഗമാണ്. കണ്ടോ, മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണത്. ആരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? രാഹുൽ സദാശിവനാണ്. ആരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? രാഹുൽ സദാശിവനായിരുന്നു. ആരാണ് ലീഡ് റോള്? മമ്മൂട്ടിയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി കണ്ടോ, ELF നിലവിൽ വരുന്നത് എവിടെയാണ്? ആസാമിലെ ദിബ്രുഗഡിലാണ്. എവിടെയാണ്? ആസാമിലെ ദിബ്രുഗഡിലാണ് എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി. എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ELF ഉണ്ടോ? ELF നിലവിൽ വരുന്നത് എവിടെയാണ്? ദിബ്രുഗഡ്. എവിടെയാണ്? ദിബ്രുഗഡ്. എവിടെയാണ് ദിബ്രുഗഡ്? ആസാമിലാണ്. ദിബ്രുഗഡിലെ മൊറാൻ ദേശീയപാത 37 കണ്ടോ, മൊറാൻ ദേശീയപാത 37 എന്ത് വരുന്നത്? ELF വരുന്നത്. ദൈർഘ്യം എത്രയാണ്? 4.2 കിലോമീറ്റർ ആണ് ഈ ഒരു ELFന്റെ ദൈർഘ്യം വരുന്നത്. ഇന്ത്യയുടെ പാവക്കളി പാരമ്പര്യത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ കണ്ടോ, പേരൊന്ന് നോക്കുക, പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ 8 സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം ഏതാണ്? പാവക്കഥകളിയാണ്. കേരളത്തിലെ കലാരൂപം ഏതാണ്? പാവക്കഥകളിയാണ്. 8 എണ്ണമാണുള്ളത്. അതിൽ ഒന്നാണ് പാവക്കഥകളി. ബാക്കിയുള്ളതാണ് രാജസ്ഥാനിലെ കട്ട്പുത്ലി, ഇപ്പൊ 2 ആയല്ലോ. കർണാടകയിലെ യക്ഷഗാന സൂത്രട ഗോംബയട്ട കണ്ടോ. അപ്പൊ നോക്കി, അപ്പം കേരളത്തിലെ പാവക്കഥകളി, രാജസ്ഥാനിലെ കട്ട്പുത്ലി, അതുപോലെ തന്നെ കർണാടകയിലെ യക്ഷഗാന സൂത്രട ഗോംബയട്ട, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ഡാങ്കർ പുതലും ബനീർ പുതലും 2 ഉണ്ട് കേട്ടോ. ഡാങ്കർ പുതലും അതുപോലെ തന്നെ ബനീർ പുതലുമാണ് പശ്ചിമ ബംഗാളിൽ. അപ്പൊ 8 ഇപ്പോൾ 5 ഇനി ഒഡീഷയിൽ നിന്ന് കാതിക്കുണ്ടയും രാവണച്ചായയും കണ്ടോ, കാതിക്കുണ്ടയും രാവണച്ചായയും. അപ്പൊ 7 ആന്ധ്രാപ്രദേശിൽ നിന്ന് തോലു ബൊമ്മലട്ട കണ്ടോ, തോലു ബൊമ്മലട്ട. ഇത് കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചോണം. ഇങ്ങനെ 8 കലാരൂപങ്ങളാണ് സ്റ്റാമ്പിലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങ് പഠിക്കുക. ഏതാണ് കേരളത്തിലെ ഏതാണ് മെയിനായിട്ട് വന്നത്? പാവക്കഥകളി. ഏതാണ്? പാവക്കഥകളിയാണ്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പണരഹിത ചികിത്സ, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച
പദ്ധതി ഏതാണ്? PM രാഹത്താണ്. കണ്ടോ, PM രാഹത്ത്. കണ്ടോ, റോഡ് ആക്സിഡന്റ്, രാഹത്തിന്റെ ഫുൾ ഫോം ആണത്. റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ്. റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നാണ് രാഹത്തിന്റെ ഫുൾ ഫോം വരുന്നത്. PM രാഹത്ത് പദ്ധതി പ്രകാരം ലഭിക്കുന്ന പരമാവധി ചികിത്സാ ധനസഹായം എത്രയാണ്? 1.5 ലക്ഷം രൂപയാണ്. കണ്ടോ, 1.5 ലക്ഷം രൂപയാണ് PM രാഹത്ത് പദ്ധതി പ്രകാരം പരമാവധി ലഭിക്കുന്ന ചികിത്സാ ധനസഹായം. അപകടം നടന്ന തീയതി മുതൽ 7 ദിവസത്തേക്കാണ് ഈ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ ലഭിക്കുക. PM രാഹത്ത് പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി ആരാണ്? നാഷണൽ ഹെൽത്ത് അതോറിറ്റി ആണ്. കണ്ടോ, ആരാണ്? നാഷണൽ ഹെൽത്ത് അതോറിറ്റി ആണ് PM രാഹത്ത് പദ്ധതി നടത്തുന്നത്. PM രാഹത്ത് പദ്ധതി നടത്തുന്നത്. അടുത്ത, T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് എടുക്കുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ് ആര്? അഫ്ഗാനിസ്ഥാന്റെ ക്യാപ്റ്റൻ കൂടിയായ റാഷിദ് ഖാൻ. കണ്ടോ, T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ആര്? റാഷിദ് ഖാൻ. കേരള നവോത്ഥാന നായകൻ AK ഗോപാലന്റെ സ്മരണയ്ക്കായി സ്മാരക മ്യൂസിയം ഒരുക്കുന്നത് എവിടെയാണ്? കണ്ണൂരിലാണ്. കണ്ണൂരിലെ പെരളശ്ശേരിയിലാണ് എന്ത് വരുന്നത്? AK ഗോപാലന്റെ സ്മാരക മ്യൂസിയം വരുന്നത്. കടലിനൊരു പ്രണയലേഖനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? TN പ്രതാപനാണ്. ആരാണ്? TN പ്രതാപനാണ് കടലിനൊരു പ്രണയലേഖനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ആരാരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? സ്നേഹിതയാണ്. കണ്ടോ, ആരാരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? സ്നേഹിതയാണ്. സ്നേഹിത. കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്നതിനായി കൈറ്റ് നടപ്പാക്കുന്ന രാജ്യത്തെ മുതിർന്നവർക്കായുള്ള ഏറ്റവും വലിയ AI സാക്ഷരതാ യജ്ഞം ഏതാണ്? സർവം AI മയം. ഏതാണ്? സർവം AI മയമാണ്. ഇന്ത്യയുടെ ആധുനിക തലസ്ഥാനമായി ന്യൂഡൽഹി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ എത്രാമത് വാർഷികം പൂർത്തിയായ ദിവസമാണ് സേവാ തീർത്ത് ഉദ്ഘാടനം ചെയ്തത്? ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ ആധുനിക തലസ്ഥാനമായി ന്യൂഡൽഹി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ എത്രാമത് വാർഷികം പൂർത്തിയായ ദിവസമാണ് സേവാ തീർത്ത് ഉദ്ഘാടനം ചെയ്തത്? എത്രാമത് വാർഷികമാണ്? 95ാമത്തെ വാർഷികം അല്ലേ? 1931 ഫെബ്രുവരി 13 ന്യൂഡൽഹിയെ ഇന്ത്യയുടെ പുതിയ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ന്യൂഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1931 ഫെബ്രുവരി 13. കണ്ടോ, ഓർത്തു വയ്ക്കുക. എന്താണ് ഇവിടെ? 3-1. കണ്ടോ, ഇവിടെ എന്താണ്? ഫെബ്രുവരി 1-3. കണ്ടോ, 3-1-1-3 അങ്ങനെ ഒരു കോഡ് വെച്ച് ഓർത്തിരുന്നാൽ മതി. ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയായ ഇ-റുപ്പി. അപ്പൊ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഇ-റുപ്പി എന്നാണ്. കണ്ടോ, ഇ-റുപ്പി ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്താനുള്ള പൈലറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്ത് ആണ്. പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി ഏത്? ന്യൂ സ്വർണിമ പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? ന്യൂ സ്വർണിമ പദ്ധതിയാണ്. വ്യോമസേനയുടെ 2026 അഭ്യാസ പ്രകടനത്തിന്റെ പേരാണ് വായുശക്തി 2026. വായുശക്തി 2026. വേദി എവിടെയായിരുന്നു? രാജസ്ഥാനിലെ പൊഖ്രാൻ. കണ്ടോ, പൊഖ്രാൻ രാജസ്ഥാൻ. ഓക്കെ ആണല്ലോ. SS ഇന്നവേഷൻസ് വികസിപ്പിച്ച ഇന്ത്യയുടെ അത്യാധുനിക സർജിക്കൽ റോബോട്ടിക് പ്ലാറ്റ്ഫോം ഏതാണ്? SSI മന്ത്ര
3.0. SSI മന്ത്ര 3.0 എന്നാണ് അതിൻ്റെ പേര്. പ്രവർത്തനം ആരംഭിച്ചത് PRS ഹോസ്പിറ്റലിലാണ്. എവിടെയാണ്? PRS ഹോസ്പിറ്റലിലാണ് SSI മന്ത്ര 3.0 പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജർമ്മനിയിൽ നടന്ന 2026 പ്രഥമ ഫൈറ്റ് ഫ്രീ സ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണ്? നോർവേ അല്ലെ. നോർവേയുടെ ചെസ്സിന്റെ അല്ലെ തല്ലപ്പതിയാണ് ആര്? മാഗ്നസ് കാൾസൺ. PSLV C-62 ദൗത്യത്തിന്റെ പരാജയത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാര്? ആരാണ്? പ്രൊഫസർ കെ വിജയരാഘവൻ. ആരാണ്? പ്രൊഫസർ കെ വിജയരാഘവനാണ്. ഇനി ഉപാധ്യക്ഷനാരാണ്? S സോമനാഥ്. ഉപാധ്യക്ഷനാരാണ്? S സോമനാഥാണ്. ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഇന്റർനെറ്റ്, ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഇന്റർനെറ്റ് എന്നറിയപ്പെടുന്ന US കമ്പ്യൂട്ടർ ഗവേഷകൻ ആരാണ്? ഡേവിഡ് ജെ ഫാർബർ. ഡേവിഡ് ജെ ഫാർബർ ആണ്. ഇന്ത്യയിലെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? വയനാടാണ്. കണ്ടോ? ഇന്ത്യയിലെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? വയനാടാണ്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ ലാബിൽ വിരിയിച്ചെടുത്ത വർണ്ണ മത്സ്യത്തിന്റെ പേരെന്താണ്? റോയൽ ഡോട്ടി ബാക്ക്. കണ്ടോ? ഏതാണ്? റോയൽ ഡോട്ടി ബാക്ക് എന്നാണ് ആ വർണ്ണ മത്സ്യത്തിന്റെ പേര്. ISL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? സുനിൽ ഛേത്രിയാണ്. ആരാണ്? സുനിൽ ഛേത്രി. സുനിൽ ഛേത്രി 41 വയസ്സാണ്. ബാംഗ്ലൂർ FC താരമാണ്. ഫ്രഞ്ച് സഹകരണത്തോടെ സ്വകാര്യ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ലൈൻ ഉണ്ടോ? ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ലൈൻ, അതാണ് FAL, പ്രവർത്തനം ആരംഭിച്ചത് എവിടാണ്? കോലാർ, കർണാടകയിലെ കോലാർ ആണ് പ്രവർത്തനം ആരംഭിച്ചത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? യുവരാജ് സംറ. യുവരാജ് സംറയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഏത് രാജ്യക്കാരനാണ്? കാനഡ. 2026 ബാഫ്റ്റ അവാർഡ് ചടങ്ങിൽ അവതാരകയായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? ആലിയ ഭട്ടാണ്. ആരാണ്? ആലിയ ഭട്ട്. സ്വരാജ് ട്രോഫി 2024-25 മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. കണ്ടോ? തെക്ക് നിന്ന് തന്നെ തുടങ്ങാം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? ഗുരുവായൂരാണ്. കണ്ടോ? ആ ഓർഡറിൽ തന്നെ അത് പഠിച്ചു വെക്കാവുന്നതാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരത്തെ നേമം ബ്ലോക്ക് പഞ്ചായത്താണ്. കണ്ടോ? മികച്ച ഗ്രാമപഞ്ചായത്തോ? ഉഴമലക്കലാണ്. അതും തിരുവനന്തപുരം തന്നെയാണ്, ഉഴമലക്കൽ. കണ്ടോ? അപ്പൊ 2024-25 സ്വരാജ് ട്രോഫിയാണ് ഈ പറഞ്ഞതെല്ലാം. 2026 നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദർശന ജാവേരി. മണിപ്പൂരി നർത്തകിയാണ്. ആര്? ദർശന ജാവേരി. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മരത്തിന്റെ കട്ടകൾ ഉപയോഗിച്ച് നിർമ്മിതികൾ ഉണ്ടാക്കുന്ന ജനപ്രിയ ഗെയിമായ കപ്ല ഗെയിമിന്റെ ശില്പി ആരാണ്? ടോം വാൻഡർ ബ്രഗൻ. ടോം വാൻഡർ ബ്രഗൻ ആണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും പുനരധിവാസവും ശാക്തീകരണവും ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് രൂപീകരിച്ച ദ്രുതകർമ്മസേന ഏതാണ്? RRT. ഏതാ? സായംപ്രഭാ സേന. ഏതാണ്? സായംപ്രഭാ സേനയാണ്. യാത്രക്കിടെ ഡ്രൈവർമാർ ഉറങ്ങുന്നത് തടയാനും രക്ഷാകവചം ഒരുക്കാനും വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യ ഏതാണ്? ഡോംസ് ആണ്. ഏതാണ്? ഡോംസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എന്താണ്? ഡ്രൈവർ ആൻഡ് ഒക്യുപ്പന്റ് മോണിറ്ററിംഗ് സിസ്റ്റം. ഉണ്ടോ? ഡ്രൈവർ ആൻഡ് ഒക്യുപ്മെന്റ് മോണിറ്ററിംഗ് സിസ്റ്റം, ഡോംസ്.
ഡോംസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത, കൊച്ചി കായലിൽ നിന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിലെ ഗവേഷകർ കണ്ടെത്തിയ പുത്തൻ ചെമ്മീൻ ഇനം ഏതാണ്? ആൽഫിഡേ കുടുംബത്തിൽപ്പെടുന്ന തോക്ക് ചെമ്മീൻ അഥവാ പിസ്റ്റൽ ഷ്രീംബാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചെമ്മീന് നൽകിയിരിക്കുന്ന പേര് ഏതാണ്? അൽഫിയസ് മധുസൂദനെ. കണ്ടോ, എന്താണ് പേര്? അൽഫിയസ് മധുസൂദനെ എന്നാണ് ആ തോക്ക് ചെമ്മീന്റെ പേര്. മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന എവറസ്റ്റിന്റെ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏക ഫ്രഞ്ച് ഹെലികോപ്റ്റർ ഏതാണ്? H-125 ആണ്. ഏതാണ്? H-125 ആണ്. ഫ്രഞ്ച് കമ്പനി എയർബസും ഇന്ത്യൻ കമ്പനി ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും സംയുക്തമായാണ് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്. അപ്പൊ ഫ്രഞ്ച് കമ്പനിയായ ഏതാണ്? എയർബസും ഇന്ത്യൻ കമ്പനിയായ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും കൂടി സംയുക്തമായിട്ടാണ് ഈ H-125 എന്ന ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വിമാനത്താവള മാനേജ്മെന്റിനുള്ള AI സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഹൈദരാബാദ്, കണ്ണൂർ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ 4 വിമാനത്താവളങ്ങളിലാണ് ആദ്യം ഈ സേവനം നടപ്പാക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഹെമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ KM സലീമാണ്. ആരാണ്? KM സലീമാണ്. കണ്ടോ, കേരളത്തിലെ ആദ്യ ഹെമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകൻ. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തത് മൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പാക്കുന്ന പോർട്ടൽ ഏതാണ്? ഈ പ്രിസൺ പോർട്ടൽ. ഏതാണ്? ഈ പ്രിസൺ പോർട്ടലാണ്. പ്രമുഖ ബിസിനസ് മാഗസീനായ മിഡിൽ ഈസ്റ്റ് ഓൺട്രപ്രണർ പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരിൽ ഒന്നാമതെത്തിയത് ആരാണ്? MA യൂസഫ് അലിയാണ്. ആരാണ്? MA യൂസഫ് അലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യൂമനോയിഡ് റോബോട്ട് നിർമ്മാണ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? കളമശ്ശേരിയിലാണ്. എവിടെയാണ്? കളമശ്ശേരിയിലാണ്. 2026 ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ബാംഗ്ലൂരു ആണ്. ESI കോർപ്പറേഷന്റെ കീഴിൽ രാജ്യത്തെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ഏഴുകോണിലാണ്. കണ്ടോ, ഏഴുകോൺ, കൊല്ലം. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ആണ്. ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. ബുധനാഴ്ചകളിൽ നോ വെഹിക്കിൾ ഡേ ആയി പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൽ ഇനി മുതൽ ബുധനാഴ്ചകളിൽ നിരത്തിൽ വാഹനങ്ങൾ ഇറക്കാൻ പാടില്ല. സുരക്ഷിതവും പോഷകഗുണമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഭക്ഷ്യസുരക്ഷ നഗരം പദ്ധതി. ഭക്ഷ്യസുരക്ഷ നഗരം പദ്ധതി. സർക്കാർ ഉടമസ്ഥതയിൽ പുതിയ മദ്യനിർമ്മാണശാല പുറത്തിറക്കുന്ന ബ്രാൻഡിയുടെ പേരെന്ത്? എന്താണ്? മലബാർ മിസ്റ്ററി ആണ്. മലബാർ മിസ്റ്ററി. ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ഏതാണ്? പിനാകയാണ്. കണ്ടോ, ഇന്ത്യയിൽ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ആണ് പിനാക. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ പിനാകയിൽ താല്പര്യം പ്രകടിപ്പിച്ച വിദേശ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. കണ്ടോ, ഫ്രാൻസിന് എന്താണ് പിനാക വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കരാറായിട്ടില്ല. സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ ഹബ്ബ് ഉണ്ടോ, ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ ആരംഭിച്ചത് എവിടാണ്? വാളാന്തോട്, മലപ്പുറമാണ്. എവിടാണ്? വാളാന്തോട്, മലപ്പുറം.
രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുടവയറന്മാരുള്ളത് എവിടെയാണ്? കേരളമാണ്. കണ്ടോ, വിചിത്രമായ ഒരു കണക്കാണത്. കേരളത്തിലാണ് ഏറ്റവും അധികം കുടവയറന്മാരുള്ളത്. 2ാം സ്ഥാനം ആർക്കാണ്? പഞ്ചാബിനും. 3ാം സ്ഥാനം ആർക്കാണ്? ഹരിയാനയ്ക്കുമാണ്. 3ാം സ്ഥാനം ആർക്കാണ്? ഹരിയാനയ്ക്കുമാണ്. ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ആലുവ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ലോകമത പാർലമെന്റ് നടത്തുന്നത് ഏത് രാജ്യത്താണ്? റഷ്യയിലാണ്. ഏത് രാജ്യത്താണ്? റഷ്യയിലാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ഏതാണ്? ആദിത്യയാണ്. ഏതാണ്? ആദിത്യ. ആദ്യ സർവീസ് നടത്തിയത്, ഈ ആദിത്യയുടെ ആദ്യ സർവീസ് നടത്തിയത് എന്താണ്? 2017 വൈക്കത്താണ് ആദ്യ സർവീസ് നടത്തിയിരുന്നത്. 2026 ഫെബ്രുവരിയിൽ 3 സോളാർ ബോട്ടുകൾ കൂടി വൈക്കത്ത് സർവീസ് ആരംഭിച്ചു. ഇപ്പോൾ പുതിയതായിട്ട് 3 സോളാർ ബോട്ടുകൾ കൂടിയാണ് വൈക്കത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്രിട്ടിക്കൽ മിനറൽ രംഗത്തെ സഹകരണം എന്നിവ ലക്ഷ്യമിട്ട് US ആരംഭിച്ച പുതിയ കൂട്ടായ്മ ഏതാണ്? പാക്സിലിക്കയാണ്. ഏതാണ്? പാക്സിലിക്ക. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ പാക്സിലിക്ക കൂട്ടായ്മയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അംഗമായിട്ടുണ്ട്. മെഷീൻ കേന്ദ്രീകൃതമായ എയിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ എയിലേക്ക് നീങ്ങുന്നതിന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പുതിയ വിഷൻ ഏതാണ്? മാനവാണ്. ഏതാണ്? മാനവ്. അപ്പൊ മാനവിന്റെ ഫുൾ ഫോം ആണ് M for മോറൽ ആൻഡ് എത്തിക്കൽ സിസ്റ്റംസ്, ധാർമ്മികത അല്ലെ. A for എന്താണ്? അക്കൗണ്ടബിൾ ഗവേണൻസ്, ഉത്തരവാദിത്തമുള്ള ഭരണ നിർവഹണം. കണ്ടോ? അടുത്ത N for എന്താണ്? നാഷണൽ സോവർജിനിറ്റി ആണ്. നാഷണൽ സോവർജിനിറ്റി, രാജ്യത്തിന്റെ പരമാധികാരം. കണ്ടോ? അടുത്ത നെക്സ്റ്റ് A for എന്താണ്? ആക്സസിബിൾ ആൻഡ് ഇൻക്ലൂസീവ്, എന്താണ്? പ്രാപ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും. പ്രാപ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും. അടുത്ത V എന്താണ്? വാലിഡ് ആൻഡ് ലെജിറ്റിമേറ്റ്. വാലിഡ് ആൻഡ് ലെജിറ്റിമേറ്റ്, അംഗീകൃതമായത് എന്നാണ് അർത്ഥം. BBC കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അല്ലെ. ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണർ കൂടിയായ സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. ഏറ്റവും മികച്ച വളർന്നു വരുന്ന താരം, എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ദിവ്യ ദേശ്മുഖിനെയാണ്. ഏതിനത്തിലാണ്? ചെസ്. കണ്ടോ? ചെസ്സിൽ നിന്നും ദിവ്യ ദേശ്മുഖിനെയാണ് എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വൈക്കം രാമചന്ദ്രൻ. ആരാണ്? വൈക്കം രാമചന്ദ്രനാണ് ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത്. 2023 പുരസ്കാരം നേടിയത് ആരാണ്? വി മധുസൂദനൻ നായരാണ്. ആരാണ്? വി മധുസൂദനൻ നായരാണ് 2023 പുരസ്കാരം നേടിയത്. 2024 ആര്? വൈക്കം രാമചന്ദ്രൻ. 2025 OV വിജയൻ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം നേടിയത് ആരാണ്? KV മോഹൻകുമാർ. ഉല എന്ന നോവലിന് KV മോഹൻകുമാറിനാണ് 2025 OV വിജയൻ സ്മാരക പുരസ്കാരം ലഭിച്ചത്. ഇനി ചെറുകഥാ സമാഹാര പുരസ്കാരം നേടിയത് ആരാണ്? TP വേണുഗോപാലൻ. തുന്നൽക്കാരൻ എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിന് TP വേണുഗോപാലനാണ് ചെറുകഥാ സമാഹാര പുരസ്കാരം ലഭിച്ചത്. യുവകഥാ പുരസ്കാരം നേടിയത് ആരാണ്? K മേഘയാണ്. ആരാണ്? K മേഘ. കണ്ടോ? അവനി വാഴ്വ് കിനാവ് കഷ്ടം, അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന കഥയ്ക്കാണ് യുവകഥാ പുരസ്കാരം ആർക്ക് കിട്ടിയിരിക്കുന്നത്? K മേഘയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്കുള്ള കേരള സ്പോർട്സ് കൗൺസിലിന്റെ
GV രാജ അവാർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, സംസ്ഥാനത്തെ മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്കുള്ള കേരള സ്പോർട്സ് കൗൺസിലിന്റെ അവാർഡിനെ പറയുന്ന പേരാണ് എന്ത്? GV രാജ അവാർഡ് അല്ലെ. 2022 മുതൽ 2025 വരെയുള്ള GV രാജ അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. GV രാജ അവാർഡ് 2022-23 ലഭിച്ചിരിക്കുന്നത് അബ്ദുള്ള അബൂബക്കർ അത്ലറ്റിക്സിൽ നിന്നും പുരുഷ വിഭാഗത്തിൽ അബ്ദുള്ള അബൂബക്കറിനും വനിതാ വിഭാഗത്തിൽ VK വിസ്മയ, ഇത് രണ്ടും അത്ലറ്റിക്സ് വിഭാഗത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. 2023-24 മുഹമ്മദ് അജ്മൽ, അതും അത്ലറ്റിക്സ് ആണ്. ആൻസി സോജൻ, അതും അത്ലറ്റിക്സ് ആണ്. 2024-25 നോക്കാം. മുഹമ്മദ് അഫ്സൽ അത്ലറ്റിക്സിൽ നിന്നും, അതുപോലെ തന്നെ നെറ്റ് ബോളിൽ നിന്നും PK ഐശ്വര്യക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി GV രാജ മികച്ച പരിശീലകർ ആരൊക്കെയാണെന്ന് നോക്കാം. 2022-23 അത്ലറ്റിക്സ് പരിശീലകനായ ഹരികൃഷ്ണനും അത്ലറ്റിക്സ് പരിശീലകനായ ഹരികൃഷ്ണനും 2023-24 മുരളി ശിവശങ്കരനും 2024-25 ജേക്കബ് ജോസഫും. വോളിബോൾ ആണ് കണ്ടോ. ഇതാണ് മികച്ച പരിശീലകർ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച സ്വാമി വിവേകാനന്ദന്റെ അവസാന നാളുകൾ വിവരിക്കുന്ന ദി മോങ്ക് ആശ്മാൻ എന്ന കൃതിയുടെ രചയിതാവായ പ്രശസ്ത ബംഗാളി സാഹിത്യകാരനാര്? ആരാണ്? മണിശങ്കർ മുഖോപാധ്യായ. തൂലികാനാമം എന്താണ്? ശങ്കർ എന്നാണ് കണ്ടോ. മണിശങ്കർ മുഖോപാധ്യായയുടെ തൂലികാനാമം എന്താണ്? ശങ്കർ എന്നാണ്. വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വധൂവരന്മാർ അച്ഛനമ്മമാരെ അറിയിച്ചിരിക്കണമെന്നുൾപ്പെടെ പ്രണയവിവാഹങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിയമം ഭേദഗതി കൊണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഏതാണ്? ഗുജറാത്ത് ആണ്. വിമാനയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് ചായയും 20 രൂപയുടെ സ്നാക്സും ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ ഉഡാൻ കഫേ ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഉഡാൻ കഫേ ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ്? റാം മോഹൻ നായിഡു ആണ്. ആരാണ്? റാം മോഹൻ നായിഡു ആണ് കേന്ദ്ര വ്യോമയാന മന്ത്രി. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറ് മൂലം സുനിത വില്യംസും ബുച്ചു വിൽമോറും 9 മാസത്തോളം ബഹിരാകാശത്ത് കുടുങ്ങിയത് ദുരന്തങ്ങളുടെ ഏതു പട്ടികയിലാണ് നാസ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതു പട്ടികയിലാണ്? ദുരന്തങ്ങളുടെ ടൈപ്പ് എ പട്ടികയിലാണ് നാസ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൽപ്പന ചൗളയുടെ മരണത്തിന് കാരണമായ ബഹിരാകാശ ദുരന്തത്തിന് സമാനമാണിതെന്നാണ് നാസ സമ്മതിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വനിതകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കെ ലിഫ്റ്റ് പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? കെ ലിഫ്റ്റ് പദ്ധതിയാണ്. 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ VP ജോയി ആണ്. ആരാണ്? ഡോക്ടർ VP ജോയി ആണ് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു VP ജോയി. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് ബാഫ്റ്റ പുരസ്കാരം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ബൂങ്. ബൂങ് എന്നാണ് ആ ഇന്ത്യൻ ചിത്രത്തിന്റെ പേര്. മണിപ്പൂരി ചിത്രമാണ്. മണിപ്പൂരിൽ നിന്നുള്ള ചിത്രമാണ് ബൂങ്. സംവിധാനം ആരാണ്? ലക്ഷ്മിപ്രിയ ദേവിയാണ്. സംവിധാനം ആരാണ്? ലക്ഷ്മിപ്രിയ ദേവിയാണ്. 79ാമത് ബാഫ്റ്റയിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിലാണ് ബൂങ്ങിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇന്ത്യയിലെ ആദ്യ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS ആയ നമോ ഭാരത് റെയിൽ ഇടനാഴി ആരംഭിച്ച റൂട്ട് എവിടെയാണ്? ഡൽഹിയിലെ മീററ്റ് ആണ്. ഡൽഹിയിലെ മീററ്റ് ആണ്. ഡൽഹി ഗാസിയാബാദ് മീററ്റ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു അല്ലെ. ആകെ നീളം എത്രയാണ്? 82.15 കിലോമീറ്റർ ആണ്. ഉദ്ഘാടനം ആരാണ് നിർവഹിച്ചത്? നരേന്ദ്രമോദിയാണ്.
25ാമത് വിന്റർ ഒളിമ്പിക്സ് 2026 18 സ്വർണം ഉൾപ്പെടെ 41 മെഡലുകൾ നേടി ജേതാക്കളായ രാജ്യം ഏതാണ്? നോർവേ ആണ്. ഏതാണ്? നോർവേ ആണ്. 2ാം സ്ഥാനം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? USA-ക്കാണ്. 3ാം സ്ഥാനമോ നെതർലാൻഡിനാണ് ലഭിച്ചിരിക്കുന്നത്. വേദി എവിടെയായിരുന്നു? ഇറ്റലിയിലെ മിലാൻ കോർട്ടിന ദാംപസോ. കണ്ടോ നോക്കി, ഇറ്റലിയിലെ മിലാൻ അതുപോലെ തന്നെ കോർട്ടിന ദാംപസോ എന്നീ സ്ഥലങ്ങളായിരുന്നു വിന്റർ ഒളിമ്പിക്സിന്റെ വേദി. ഇൻഡോ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതാണ്? നിള ഹെറിറ്റേജ് മ്യൂസിയം, പൊന്നാനി. പൊന്നാനിലെ നിള ഹെറിറ്റേജ് മ്യൂസിയം ആണ്. ടെറ്റനസ്, അഡൽട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ വാക്സിൻ ഏതാണ്? TD വാക്സിൻ ആണ്. TD വാക്സിൻ. എന്താണ് TD? ടെറ്റനസ് ആൻഡ് അഡൽട്ട് ഡിഫ്തീരിയ. അതാണ് TD വാക്സിൻ അല്ലെ. ഹിമാചൽ പ്രദേശിലെ കസോളിയിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CRI, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത്. SIR പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. പുരുഷ വോട്ടർമാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടിയ ഏക ജില്ലയും മലപ്പുറം. കുറവ് വോട്ടർമാർ കണ്ടോ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, പുരുഷ വോട്ടർമാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടിയ ഏക ജില്ല ഏതാണ്? മലപ്പുറമാണ്. കണ്ടോ, കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ്? വയനാടാണ്. കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ്? വയനാടാണ്. ഇന്ത്യ ഭീകരവാദത്തെ നേരിടുന്നതിന് പ്രഖ്യാപിച്ച പുതിയ കർമ്മ പദ്ധതി ഏത്? പ്രഹാറാണ്. പ്രഹാർ. കണ്ടോ, പ്രഹരിക്കാൻ പറയാണേ. അയോധ്യയിൽ ഒരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്ത മലയാളി ശില്പി ആരാണ്? സുനിൽ കണ്ടല്ലൂർ ആണ്. ആരാണ്? സുനിൽ കണ്ടല്ലൂർ ആണ് അയോധ്യയിൽ ഒരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത്. രാഷ്ട്രപതി ഭവനിൽ പുതുതായി അനാച്ഛാദനം ചെയ്ത C. രാജഗോപാലാചാര്യയുടെ പ്രതിമ ആരുടെ പ്രതിമയ്ക്ക് പകരമായാണ് സ്ഥാപിച്ചത്? ആരുടെയാണ്? എഡ്വിൻ ലൂട്ടൻസിന്റെ പ്രതിമയ്ക്ക് പകരമായിട്ടാണ് രാജഗോപാലാചാര്യയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. 2028 നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? UAE-യിലാണ്. എവിടെയാണ്? UAE-യിലാണ്. 2026 എവിടെയാണെന്ന് അറിയാലോ, ന്യൂഡൽഹിയിലായിരുന്നു. ഓക്കെ, 2027 വേദി എവിടെയാണ്? ജനീവയാണ്. ജനീവ. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സൂക്ഷിക്കാൻ പുറത്തിറക്കുന്ന ATM കാർഡ് രൂപത്തിലുള്ള കാർഡ് എന്താണ്? ഡിജിറ്റൽ റവന്യൂ കാർഡ്. ഏതാണ്? ഡിജിറ്റൽ റവന്യൂ കാർഡാണ്. നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിന് രൂപീകരിക്കുന്ന 4 മിഷനുകൾ ഏതൊക്കെയാണ്? കേരള AI മിഷൻ, കേരള ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ മിഷൻ, കേരള ഫ്യൂച്ചർ ടെക് മിഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ. ഇങ്ങനെ 4 മിഷനാണ് എന്താണ് AI വികസനത്തിന് രൂപീകരിക്കുന്ന 4 മിഷനുകൾ. ഗാസയിൽ സുസ്ഥിര സമാധാനം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് ബോർഡ് ഓഫ് പീസ് സ്ഥാപിച്ചത് ആരാണ്? ഡൊണാൾഡ് ട്രംപാണ് ഗാസയിൽ സുസ്ഥിര സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് പീസ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? ഇന്ത്യൻ ടീമാണ് വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തന്നെയാണ് വനിതാ ലോകകപ്പ് കിരീടവും സ്വന്തമാക്കിയത്. വനിതാ ലോകകപ്പ്, ഏകദിന ലോകകപ്പ് സ്വന്തമാക്കിയത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. കണ്ടോ, വനിതാ ലോകകപ്പും ആര് തന്നെയാണ് എടുത്തിരിക്കുന്നത്? ഇന്ത്യയാണ് എടുത്തിരിക്കുന്നത്. ഈ ഏഷ്യ കപ്പിലെ റണ്ണറപ്പ് ആരായിരുന്നു? ബംഗ്ലാദേശ് ആയിരുന്നു. ആരായിരുന്നു? ബംഗ്ലാദേശ് ആയിരുന്നു. ഖത്തർ ഓപ്പൺ ടെന്നീസ് കിരീട ജേതാവ് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ആണ് ഖത്തർ ഓപ്പൺ ടെന്നീസ് ജേതാവ്.
70ാമത് ഫിലിംഫെയർ സൗത്ത് 2024 അവാർഡിൽ മലയാളത്തിലെ മികച്ച നടൻ ആരാണ്? മമ്മൂട്ടിയാണ്. ഭ്രമയുഗത്തിൽ നിന്നും മമ്മൂട്ടി. മികച്ച ചിത്രം ഏതാണ്? കിഷ്കിന്ധ കാണ്ഡമാണ്. മികച്ച ചിത്രം ഏതാണ്? കിഷ്കിന്ധ കാണ്ഡമാണ്. മികച്ച നടനുള്ള ക്രിട്ടിക്സ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? പൃഥ്വിരാജിനും ആസിഫ് അലിക്കുമാണ്. 2026 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ ശൃംഖല ഏതാണ്? മീററ്റ് മെട്രോയാണ്. ഏതാണ്? മീററ്റ് മെട്രോയാണ്. 120 km/h ആണ് എന്ത് വേഗത. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം 2026 ഫെബ്രുവരി 24 പേരുമാറ്റത്തിന് കേന്ദ്ര അനുമതി ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. നേരത്തെ എന്തായിരുന്നു? കേരളയായിരുന്നു. കേരള. അടുത്തത് 2026 ഫെബ്രുവരി 23 നെതർലാൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? റോബ് ജെറ്റൻ ആണ്. ആരാണ്? റോബ് ജെറ്റൻ ആണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ആരോഗ്യവും യൗവനവും സംരക്ഷിക്കാൻ കേരളത്തിലെ രാജവംശങ്ങൾക്കായി വയനാട്ടിലെ ആദിവാസി വിഭാഗക്കാർ കൃഷി ചെയ്തിരുന്ന നെൽവിത്തിനം ഏതാണ്? രക്തശാലിയാണ്. ഏതാണ്? രക്തശാലിയാണ്. രക്തശാലിയിൽ ക്യാൻസർ കോശങ്ങളെ തടയാനുള്ള ഒട്ടനവധി ഘടകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടങ്ങിയിട്ടുണ്ട്. രക്തശാലിയിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുവാനും വാതപിത്ത കഫദോഷങ്ങൾ കുറയ്ക്കുവാനും കഴിവുണ്ട്. അതുപോലെ തന്നെ നിലവിൽ രക്തശാലി പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നിത്തലയിലെ 1ാം ബ്ലോക്ക് പാടത്താണ് രക്തശാലി കൃഷി ചെയ്യുന്നത്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം ശക്തമാക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തുന്നത് എവിടെയാണ്? ഭാരത് മണ്ഡപം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് അവസാനമായി നടന്നത് എന്നാണ്? വർഷം ഓർത്തു വയ്ക്കുക, 1999 പാൽ മേഖലയിലെ പരസ്പര സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് 2026 ധാരണാപത്രം ഒപ്പുവെച്ചത്? ഏത് രാജ്യവുമായാണ്? ബ്രസീലുമായിട്ടാണ്. ഏത് രാജ്യവുമായിട്ടാണ്? ബ്രസീലുമായിട്ടാണ്. ബ്രസീൽ പ്രസിഡന്റ് ആരാണ്? ലൂയിസ് ലുല ഡിസിൽവ. ആരാണ്? ലൂയിസ് ലുല ഡിസിൽവയാണ് ബ്രസീൽ പ്രസിഡന്റ്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ അംഗീകൃത സുരക്ഷാ സേനാ പദവി ലഭിച്ച സേനാ വിഭാഗം ആരാണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. CISF. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 6ാമത് പതിപ്പിന്റെ വേദി എവിടെയാണ്? ഗുൽമാർഗ്. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് ആണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അംബ പുരസ്കാരം നേടിയത് മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ ആണ്. രാത്രി 9 മുതൽ പുലർച്ചെ 5 വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നിർഭയ നിശയാണ്. ഏതാണ്? നിർഭയ നിശ. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയുടെ കരുത്ത് കൂട്ടാൻ 2026 ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്യുന്ന യുദ്ധക്കപ്പൽ ഏതാണ്? INS അഞ്ചദ്വീപ്. ഏതാണ്? INS അഞ്ചദ്വീപ് ആണ്. കമ്മീഷൻ ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈ തുറമുഖത്താണ്. കപ്പൽ നിർമ്മിച്ചത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് കൊൽക്കത്ത. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. MDMA, മെത്താഫെറ്റമിൻ ഉൾപ്പെടെയുള്ള രാസലഹരി ഉപയോഗിച്ചവരെ പിടികൂടാൻ പോലീസ് പുറത്തിറക്കിയ ഉമിനീർ പരിശോധന കിറ്റ് ഏതാണ്? നോക്കി, സൊറ്റോക്സ അനലൈസറുകൾ. ഏതാണ്?
സൊറ്റോക്സ അനലൈസറുകൾ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക നേതാവുമായ വ്യക്തി ആരാണ്? മുകുൾ റോയ് ആണ്. ആരാണ്? മുകുൾ റോയ്. ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ ഏതാണ്? ഗാർഡാസിൽ ആണ്. ഏതാണ്? ഗാർഡാസിൽ ആണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ HPV വാക്സിൻ ഏതാണ്? അത് സെർവാവാക്കാണ്. ഏതാണ്? സെർവാവാക്കാണ്. ഏത് പ്രായത്തിലുള്ള പെൺകുട്ടികളെയാണ് കേന്ദ്ര പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്? എത്ര വയസ്സാണ്? 14 വയസ്സുള്ള പെൺകുട്ടികളെയാണ് കേന്ദ്ര പദ്ധതി പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ലക്ഷ്യമിടുന്നത്. നീതി ആയോഗിന്റെ പുതിയ CEO ആയി നിയമിതനായത് ആരാണ്? നിധി ചിബ്ബറാണ്. ആരാണ്? നിധി ചിബ്ബറാണ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം നടക്കുന്നത് എവിടെയാണ്? ഹരിയാനയിലെ ജിന്ദിലാണ്. ഹരിയാനയിലെ ജിന്ദിലാണ്. ജിന്ദ് മുതൽ സോണിപത്ത് വരെയുള്ള 90 കിലോമീറ്റർ പാതയിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. ഫോണിലെ സിം ഊരി മാറ്റിയാൽ വാട്സപ്പും ടെലിഗ്രാമും പോലെയുള്ള മെസ്സേജിംഗ് ആപ്പുകൾ പ്രവർത്തിക്കാത്ത സംവിധാനം ഏത്? സിം ബൈൻഡിംഗ് ആണ്. സിം ബൈൻഡിംഗ് നിലവിൽ വരികയാണ്. ഇസ്രയേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദി നെസറ്റ് കണ്ടോ? സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ നമ്മുടെ ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫേഴ്സ് ഫുള്ളും നിങ്ങൾക്ക് ഇതാ ലഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത മാസം മാർച്ച് മാസത്തിലെ ഫുൾ കറണ്ട് അഫേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.